ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ മൊഡ്യൂൾ 3 എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അതിൽ എയർ പൊല്യൂഷനിൽ തന്നെ എയർ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന മേജറായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജനുവരി 2019 ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. It is the first ever effort in the country to frame a national framework for air quality management with a time-bound reduction target. അതായത് സമയബന്ധിതമായിട്ട് എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നാഷണൽ ഫ്രെയിംവർക്കാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു നാഷണൽ ഫ്രെയിംവർക്കാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. NCP initially sets a target of reducing key air pollutants PM10 and PM2.5 by 20 to 30% in 2024, taking the pollution levels in 2017 as the base year to improve upon. അതായത് 2017 എന്ന് പറയുന്ന ബേസ് ഇയർ ആയിട്ട് എടുത്തുകൊണ്ട് particulate matter 10-ൻ്റെയും particular matter 2.5-ൻ്റെയും അളവ് 2024 ആവുമ്പോഴേക്കും 20 മുതൽ 30% വരെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് ഈ കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നുകൂടി റിവൈസ് ചെയ്തു. ഇൻ സെപ്റ്റംബർ 2022, however, the center moved the goalpost and set a new target of a 40% reduction in particulate matter concentration by 2026. അപ്പോൾ 2022 സെപ്റ്റംബർ ആയപ്പോൾ സെന്റർ ആ ഒരു ഗോള് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തു. എന്താ ചെയ്തത്? 2026 ആവുമ്പോഴേക്കും പർട്ടിക്കുലർ മാറ്ററിന്റെ റിഡക്ഷൻ 40% ആക്കണം എന്നുള്ളതാണ് പുതിയ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇറ്റ് കവേഴ്സ് 132 നോൺ അറ്റൈൻമെന്റ് സിറ്റീസ് വിച്ച് ആർ ഐഡന്റിഫൈഡ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ചിട്ടുള്ള ഏകദേശം 132ഓളം നോൺ അറ്റൈൻമെന്റ് സിറ്റീസ് ആണ് ഈ ഒരു പ്രോഗ്രാമിന്റെ കവറേജിൽ വരുന്നത്. ഈ നോൺ അറ്റൈൻമെന്റ് സിറ്റീസ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ആർ ദോസ് ദാറ്റ് ഹാവ് ഫോളൺ ഷോർട്ട് ഓഫ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഓവർ 5 ഇയേഴ്സ്. അതായത് 5 വർഷത്തോളമായിട്ട് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കാൻ പറ്റാത്ത സിറ്റികളാണ് ഏത്? നോൺ അറ്റൈൻമെന്റ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോൺ അറ്റൈൻമെന്റ് സിറ്റീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത 132 സിറ്റികളിലാണ് ഈ പറയുന്ന നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇപ്പൊ നാഷണൽ ആംബിയർ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. NAAQS are the standards for ambient air quality with reference to various identified pollutants notified by CPCB under എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. അതായത് എയർ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. 1981 നിലവിൽ വന്ന എയർ ആക്ടിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കുറച്ച് പൊല്യൂട്ടൻസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൊല്യൂട്ടൻസിന്റെ ലെവൽസ് ഇത്രയൊക്കെ വേണം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡിന്റെ അകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് അണ്ടർ NAAQS. പാർട്ടിക്കുലേറ്റ് മാറ്റർ 10, അതാണ് PM10. PM2.5 particular matter 2.5. പിന്നെ സൾഫർ ഡയോക്സൈഡ് SO2, നൈട്രജൻ ഡയോക്സൈഡ് NO2, കാർബൺ മോണോക്സൈഡ് CO, NH3 അമോണിയ, ഓസോൺ, ലെഡ്, ബെൻസീൻ, ബെൻസോപൈറിൻ, ആഴ്സനിക്, നിക്കൽ. ഇത്രയാണ് മേജറായിട്ട് NAAQS ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്.
അപ്പൊ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ 2019 ലോഞ്ച് ചെയ്തത്. ഇപ്പൊ അതിന്റെ കറണ്ട് ടാർഗറ്റ് 2026 ആകുമ്പോഴേക്കും 40% പർട്ടിക്കുലർ മാറ്റർ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ 132 നോൺ അറ്റൈൻമെന്റ് സിറ്റീസിലാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. നോൺ അറ്റൈൻമെന്റ് സിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളായിട്ട് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാത്ത സിറ്റികളാണ്. അപ്പൊ ഈ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിൽ വരുന്ന പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? PM10, PM2.5, NO2, SO2, CO, NH3, ഓസോൺ, ലെഡ്, ബെൻസിൻ, ബെൻസോപൈറിൻ, ആഴ്സനിക് ആൻഡ് നിക്കൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നത് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ പല വെഹിക്കിൾസിന്റെയും ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ BS6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഇത് ഒട്ടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതാണ് കാര്യം. BS എന്നുള്ളത് ഭാരത് സ്റ്റേജ് എന്നാണ്. അപ്പൊ ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് വെഹിക്കിൾസിന് ഉള്ള എമിഷൻ സ്റ്റാൻഡേർഡ് ആണിത്. The Bharat Stage Norms are emission standards instituted by Government of India to regulate the output of air pollutants from motor vehicles. അതായത് മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ പൊല്യൂട്ടൻസിന്റെ റെഗുലേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. BS റെഗുലേഷൻസ് ആർ ബേസ്ഡ് ഓൺ യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇംപ്ലിമെന്റ്സ് ദീസ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇന്ത്യ ഈ എടുത്തിരിക്കുന്ന ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത് യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി CPCB ആണ്, അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ്. Presently, every new sold and registered vehicles in India is required to adhere to BS6 version of emission regulation. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും BS6 version ആയിട്ട് അഡ്ഹെയർ ചെയ്തിരിക്കുന്നത്, അതായത് അനുസരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. BS6 Stage 2 has even stricter emission limits compared to initial BS6 norms. ഇപ്പൊ BS6ന്റെ സ്റ്റേജ് 2 ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് സാധാരണ BS6 നോമിനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റർ ക്രൈറ്റീരിയാസ് ആണ് BS6 സ്റ്റേജ് 2 വരുന്നത്. അപ്പൊ ഇതാണ് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വെഹിക്കിളിന്റെ എയർ പൊല്യൂട്ടൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഭാരത് സ്റ്റേജ്. ഇപ്പോൾ BS6 ആണ് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്. അതിന്റെ തന്നെ സ്റ്റേജ് 2 ആണ് വരുന്നത്. അടുത്തതാണ് സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതിന്റെ ഫുൾ ഫോം വരുന്നത് സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റ് റിസർച്ച്. ഒന്നുകൂടി പറയാം, സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ആൻഡ് വെതർ ഫോർകാസ്റ്റ് ആൻഡ് റിസർച്ച്. അതാണ് സഫർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ നാഷണൽ ഇനീഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് to measure air quality of a metropolitan city by measuring the overall pollution levels and location specific air quality of the city. അതായത് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? മെട്രോപൊളിറ്റൻ സിറ്റികളിലെ എയർ ക്വാളിറ്റി മെഷർ ചെയ്യുക, അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. എങ്ങനെയാണ്? ആ ഒരു സിറ്റിയുടെ ഓവറോൾ പൊല്യൂഷൻ ലെവലും നോക്കും. ആ സിറ്റിയിലെ ഓരോ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എയർ ക്വാളിറ്റിയും ഇതിൽ മെഷർമെന്റ് നടക്കും. അപ്പോൾ അതിനു വേണ്ടി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് സഫർ. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റം ഓപ്പറേഷണൽ ഇൻ ഡൽഹി. അതായത് ഡൽഹിയിൽ നിലനിന്നിരുന്ന ഫസ്റ്റ് എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സഫർ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നത് ഏതൊക്കെ പൊല്യൂട്ടൻസിനെയാണ്? PM2.5, PM10, ഓസോൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, അതായത് നൈട്രജന്റെ ഏത് ഓക്സൈഡ്സും, സൾഫർ ഡയോക്സൈഡ്, ബെൻസിൻ, ടൗലിൻ, എക്സ്ലീൻ ആൻഡ് മെർക്യൂറി. ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യപ്പെടുന്ന
പൊല്യൂട്ടൻസ്. ഈ മോണിറ്റർ ചെയ്യുന്ന പൊല്യൂട്ടൻസ് അത് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓരോ പ്രോഗ്രാമിലും ബേസിക് ആയിട്ട് ചിലതുണ്ട്. ഇപ്പോൾ പർട്ടിക്കുലർ മാറ്റർ 10, 2.5, ഓസോൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ചിലതൊക്കെ വ്യത്യാസം വരുന്നതുണ്ട്. അപ്പോൾ ഓരോ പ്രോഗ്രാമിൽ ഏതൊക്കെയാണ് മോണിറ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പൊല്യൂട്ടൻസിന്റെ പേര് അറിയുന്നത് നന്നായിരിക്കും. The system is indigenously developed by Indian Institute of Tropical Meteorology, Pune, and is operationalized by the Indian Meteorological Department. അപ്പോൾ ഈ ഒരു സിസ്റ്റം സഫർ എന്ന് പറയുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് IITM, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ആണ്. അതുപോലെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതായത് നടപ്പിലാക്കുന്നത് ആരാണ്? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, IMD ആണ് നടപ്പിലാക്കുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഡെക്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഫോർ റിപ്പോർട്ടിംഗ് ഡെയിലി എയർ ക്വാളിറ്റി. ഇറ്റ് ഡിസ്പ്ലേസ് ദ ചേഞ്ചസ് ഇൻ എയർ പൊല്യൂഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് ഡെയിലി എയർ ക്വാളിറ്റി എത്രയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഓരോ ദിവസത്തെയും എത്രയാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നുള്ളത്, അതിന്റെ വ്യത്യാസം എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇറ്റ് ഫോക്കസസ് ഓൺ ഹെൽത്ത് ഇഫക്റ്റ് ഓൺ വൺ മൈറ്റ് എക്സ്പീരിയൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ് ആഫ്റ്റർ ബ്രീത്തിങ് പൊല്യൂട്ടഡ് എയർ. അതായത് ഇത് ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് പുറത്തു വരുന്നതിന്റെ ഉദ്ദേശം ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ സ്ഥിരമായിട്ട് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് പുറത്തുവിടുന്നതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ പ്രധാനമായിട്ടും 8 പൊല്യൂട്ടൻസ് ആണ് അവര് ട്രാക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 8 പൊല്യൂട്ടൻസ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നോക്കുന്നത്? ഗ്രൗണ്ട് ലെവൽ ഓസോൺ. അപ്പോൾ ഓസോൺ തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ആണ് എന്തെന്ന് പറയുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മെഷർ ചെയ്യപ്പെടുന്നത്. പിന്നെ PM10, PM2.5, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അമോണിയ, ലെഡ്. അപ്പൊ ഇതില് ഈ 8 എണ്ണം കറക്റ്റ് ആയിട്ട് ഒരു മാറ്റവും ഇല്ലാണ്ട് നിങ്ങൾ പഠിക്കണം. ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മെഷർ ചെയ്യപ്പെടുന്ന പൊല്യൂട്ടൻസ്? ഗ്രൗണ്ട് ലെവൽ ഓസോൺ, PM10, PM2.5, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അമോണിയ ആൻഡ് ലെഡ്. അപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത പ്രോഗ്രാം വരുന്ന ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. The action plan, which was formulated in 2016 and notified in 2017 for Delhi and National Capital Region. അപ്പോൾ ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് 2016 ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. അത് പ്രധാനമായിട്ടും ഡൽഹി ആൻഡ് അതുപോലെ അതിന്റെ അടുത്തുള്ള നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. The plan was formulated after several meetings were held by Environment Pollution Prevention and Control Authority EPCA with state governments representatives and experts. അതായത് ഈ ഡൽഹി ആൻഡ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ അടുത്തുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആയിട്ട് റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ നടത്തി, അതായത് എന്തൊക്കെ രീതിയിലുള്ള ആക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാന് കൊണ്ടുവന്നിരിക്കുന്നത്. ദീസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മെഷേഴ്സ് ടു ബി ടേക്കൺ വെൻ എയർ ക്വാളിറ്റി ഡിറ്ററിയോറേറ്റ്സ്, ഹെൻസ് വർക്ക്സ് ഓൺലി ആസ് ആൻ എമർജൻസി മെഷർ. അതായത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എയർ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എമർജന്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിൽ പറയുന്നത്. If air quality reaches severe plus stage, GRAP talks about shutting down schools and implementing the odd even road space rationing scheme. അതായത് ഈ പറയുന്ന എയർ ക്വാളിറ്റി സിവിയർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അത്രയും മോശമായി എയർ ക്വാളിറ്റി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ അഥവാ ഗ്രാപ്പ് വഴി ആ ഒരു ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് വഴി എന്ത് ചെയ്യും? സ്കൂൾസ് ഒക്കെ അടയ്ക്കും. അതുപോലെ തന്നെ റോട്ടിലേക്ക് വരുന്ന വാഹനങ്ങളുടെ നമ്പർ ഓഡ് ഈവൺ സിസ്റ്റം നടപ്പിലാക്കുക. അതായത് ഒരു ദിവസം ഓഡ് നമ്പറിലുള്ള വാഹനങ്ങൾ മാത്രം പുറത്തിറങ്ങണം, അടുത്ത ദിവസം ഈവൺ നമ്പറിലുള്ള വാഹനങ്ങൾ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും.
ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ വഴി. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഡൽഹി ആൻഡ് നാഷണൽ ക്യാപിറ്റൽ റീജിയനിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ EPCA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റീനെ കുറിച്ച് പറഞ്ഞു. എൻവയോൺമെന്റ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അതോറിറ്റി. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. EPCA is a Supreme Court mandated body tasked with taking various measures to tackle air pollution in national capital region. അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാര മാർഗങ്ങൾ പെട്ടെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി നിർബന്ധമായിട്ടും തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു ബോഡിയാണ് ഏത്, ഈ പറയുന്ന എൻവയോൺമെന്റ് പൊല്യൂഷൻ കൺട്രോൾ അതോറിറ്റി. എൻവയോൺമെന്റ് പൊല്യൂഷൻ കൺട്രോൾ അതോറിറ്റി എന്ന് പറയുന്നത് it was notified in 1998 under the Environment Protection Act 1986. അതായത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ് ഈ ഒരു അതോറിറ്റി നോട്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വരുന്നത്. 1998 ഈ ഒരു ബോഡി വരുന്നത്. ഓക്കെ, അപ്പൊ EPCA എന്ന് പറയുന്നത് 1998 നിലവിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കമ്മീഷനാണ്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ ദി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാപ്പ് എന്ന് പറയുന്നതും നാഷണൽ ക്യാപിറ്റൽ റീജിയനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറയുന്ന കമ്മീഷനും ആ ഒരു ഏരിയ ആണ്. കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീജിയൻ ആണ് ഡൽഹിയും അതിന്റെ സമീപ പ്രദേശങ്ങൾ. അപ്പൊ അവിടെയാണ് കൂടുതൽ ഫോക്കസ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം. കോർഡിനേറ്റിംഗ് ആക്ഷൻസ് ടേക്കൺ ബൈ ദ കൺസേൺ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. അതായത് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് വഴി ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്ക് അവര് തമ്മിൽ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ ഗവൺമെന്റ് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് പ്ലാൻസ് ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ NCR. അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ഈ പറയുന്ന കമ്മീഷൻ എടുക്കും. The commission will be headed by a full-time chairperson who has been a secretary to the government of India or a chief secretary to a state government. ഈ ഒരു കമ്മീഷന് എപ്പോഴും ഒരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഉണ്ടാവും. അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സെക്രട്ടറി ലെവലിലുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി റാങ്കിൽ വരുന്ന ഒരാളായിരിക്കും. It will have members from several ministries as well as representatives from stakeholder states. അതായത് പല മിനിസ്ട്രികളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഈ ഒരു കമ്മീഷനിൽ കാണും. അതുപോലെ ഈ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സും കാണും. ഇറ്റ് വിൽ ഹാവ് എക്സ്പേർട്സ് ഫ്രം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റി. അതായത് CPCB എന്നും ISRO എന്നും സിവിൽ സൊസൈറ്റി എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറയുന്നത് ഡൽഹി അതിന്റെ സമീപത്തുള്ള സംസ്ഥാനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മുടെ ഡിസ്കഷനിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു മേജർ പൊല്യൂട്ടന്റ് ആണ് പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ 2 ടൈപ്പ്, PM10 ഉം PM2.5. അപ്പൊ എന്താണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പാർട്ടിക്കിൾ പൊല്യൂഷൻ. പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ നമ്മൾ പാർട്ടിക്കിൾ പൊല്യൂഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ടേംഡ് ഫോർ എ മിക്സ്ചർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഫൗണ്ട് ഇൻ ദി എയർ. അതായത് നമ്മുടെ വായുവിൽ കാണുന്ന സോളിഡ് പാർട്ടിക്കിൾസും ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സും ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചർ ആണ് എന്ത്, പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് 2 തരമുണ്ട്, PM10 ഉം PM2.5. അത് അതിന്റെ ഡയാമീറ്ററിന്റെ അനുസരിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോക്കാം. PM10 ഇൻഹേലബിൾ പാർട്ടിക്കിൾസ് വിത്ത് ഡയാമീറ്റർ ദാറ്റ് ആർ ജനറലി 10 മൈക്രോമീറ്റേഴ്സ് ആൻഡ് സ്മോളർ. അതായത് 10 മൈക്രോമീറ്ററും അതിലും താഴെ ഡയാമീറ്റർ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഈ പറയുന്ന PM10 വരുന്നത്. അത് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ PM2.5 ആണെങ്കിലോ ഫൈൻ ഇൻഹേലബിൾ പാർട്ടിക്കിൾസ് വിത്ത് ഡയാമീറ്റേഴ്സ് ദാറ്റ് ആർ ജനറലി 2.5 മൈക്രോമീറ്റേഴ്സ് ആൻഡ് സ്മോളർ. അതായത് 2.5 മൈക്രോമീറ്ററും അതിലും താഴെയും ഡയാമീറ്റർ വരുന്ന
വളരെ നേർത്ത ഇൻഹേലബിൾ പാർട്ടിക്കിൾസ് ആണ് PM2.5 എന്ന് പറയുന്നത്. സോഴ്സസ് ഓഫ് PM പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ് പെർട്ടിക്കുലർ മാറ്റർ നമ്മുടെ എയറിലേക്ക് വരുന്നത്? കൺസ്ട്രക്ഷൻ സൈറ്റ്, അൺപേവ്ഡ് റോഡ്സ്, ഫീൽഡ്, സ്മോക്ക് ട്രാക്സ് ആൻഡ് ഫയർ. ഇതിന്നൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അതായത് കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, പിന്നെ ടാറൊന്നും ഇടാത്ത റോഡുകൾ, അതുപോലെ തന്നെ പല പാടശേഖരങ്ങൾ, ഫയർ, ഇതൊക്കെ ഈ ഒരു സ്മോക്ക്, ഇതെന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഇനി മോസ്റ്റ് പാർട്ടിക്കിൾസ് ഫോം ഇൻ ദി അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ ഓഫ് കെമിക്കൽസ് സച്ച് as sulfur dioxide and nitrogen oxides, which are pollutants emitted from power plants, industries and ഓട്ടോമൊബൈൽസ്. അതായത് പ്രധാനമായിട്ടും ഏതൊരു പാർട്ടിക്കിളും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന കെമിക്കൽസിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാരണമായിരിക്കും. അതായത് ഇപ്പോൾ പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ പല പൊല്യൂട്ടൻസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസിന്റെ കോംപ്ലക്സ് റിയാക്ഷൻസ് കാരണമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടും എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാവുന്നത്. സ്മോൾ പാർട്ടിക്കിൾസ് ലെസ് ദാൻ 10 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയാമീറ്റർ pose the greatest problem because they can get deep into the lungs and some may even get into the bloodstream. അതായത് ഡയാമീറ്റർ 10 മൈക്രോമീറ്ററിലും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ്. അപ്പൊ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ടും നമ്മുടെ മനുഷ്യന്മാർക്ക് ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം അവര് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പെട്ടെന്ന് കടന്നു ചെന്ന് അവർക്ക് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരെ, രക്തത്തിലേക്ക് വരെ പെട്ടെന്ന് കടന്നു ചെല്ലാനായിട്ട് പറ്റും ഈ 10 മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കിൾസിന്. അപ്പൊ അതാണ് കൂടുതൽ ഡേഞ്ചറസ്. Particle pollution exposure has been linked to a variety of problems including irregular heartbeats, aggravated asthma, decreasing lung functions and increased respiratory symptoms such as irritation of the airways, coughing or difficulty breathing. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അതായത് ഹേർട്ട് ബീറ്റ് വ്യത്യാസം വരും, ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റെസ്പിറേറ്ററി സിംറ്റംസ് പലത്, അതായത് ചുമ, തുമ്മൽ, അങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ, ഇതൊക്കെ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പാർട്ടിക്കിൾ പൊല്യൂഷനിൽ നമ്മൾ എക്സ്പോഷർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് കവർ ചെയ്തത് എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെ എടുത്തു അതിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.